പുതുതലമുറയിലെ കർഷകന്മാരുടെ അവസ്ഥ ഇതാണ്. നിങ്ങൾ കാണൂ. സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നത്. എനിക്ക് വല്ലാത്ത വിഷമം തോന്നി കേട്ടോ ഈ വീഡിയോ കണ്ടപ്പോൾ. കാരണം എന്ന് വെച്ചാൽ എന്തോ മനസ്സിന് ആകെ ഒരു വിഷമം. ഒരു പയ്യൻ, 10-27 വയസ്സായ ഒരു പയ്യൻ ഒരു സൊസൈറ്റിയുടെ മുമ്പിൽ നിന്ന് പാല് തലയെ കൂടി ഒഴിക്കുകയാണ്. അത് കണ്ടപ്പോൾ ഒത്തിരി വിഷമമായി. അയ്യോ കഷ്ടം എന്നെനിക്ക് തോന്നി. കാരണം എന്തെന്ന് അറിഞ്ഞപ്പോൾ വല്ലാത്ത വിഷമം തോന്നി. സത്യമാണ്. 10-27 വയസ്സുള്ളൊരു പയ്യന് ഒരു ഫാമുണ്ട്, 10-65 പശുവുണ്ട്. ആ പയ്യൻ ആ ഏരിയയിലൊക്കെ പാല് കൊടുക്കുന്നു. പാലിനൊന്നും ഒരു കുഴപ്പമില്ല. ആ പയ്യൻ കൂനയിൽ പരവൂർ എന്ന് പറയുന്ന സൊസൈറ്റിയിൽ പാല് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെ അവർ പാലെടുക്കില്ല. ഈ പയ്യൻ്റെ പാല് കൊള്ളൂല. എന്തോ പാലിന് പ്രശ്നം, അതൊന്നും അവർ പറയുന്നില്ല. സെക്രട്ടറി പറഞ്ഞാൽ മാത്രമേ ഇവിടെ പാലെടുക്കാൻ പറ്റുള്ളൂ എന്നാണ് ആ പയ്യൻ്റെ അടുത്ത് പറയുന്നത്. ആ പയ്യൻ ചോദിക്കുന്നത്, എന്തുകൊണ്ട് എൻ്റെ പാല് നിങ്ങൾ എടുക്കുന്നില്ല എന്ന് ചോദിക്കുന്നു. അത് ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല, അത് സെക്രട്ടറി പറയണം. അപ്പോൾ അവർ പറഞ്ഞു, എന്നെ നിങ്ങൾ എൻ്റെ ഭാര്യയെ ചീത്ത വിളിച്ചു, എന്തെല്ലാം പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ വല്ലതും പറഞ്ഞോ ചേച്ചീനെ പറഞ്ഞില്ല. എന്താണ് എൻ്റെ പാലെടുക്കാൻ പറ്റാത്തത്? രാവിലെ കൊണ്ടുവരുന്ന പാലെടുക്കുന്നു, 7 മണി കഴിഞ്ഞ് കൊണ്ടുവരുന്ന എൻ്റെ പാലെടുക്കാൻ പറ്റാത്തത് എന്താണ് എന്ന് ചോദിച്ചപ്പോൾ സെക്രട്ടറി പറഞ്ഞാലേ പാലെടുക്കുള്ളൂ. 2 സ്ത്രീകൾ അവിടെ ഇരിക്കുന്ന സ്റ്റാഫാണെന്ന് തോന്നുന്നു, അവരാണ് ഈ പറയുന്നത്. അപ്പം അത് കേട്ട് ആ പയ്യന് വല്ലാത്ത വിഷമം തോന്നി. ആ പയ്യൻ ഈ പാല് തിരിച്ചു കൊണ്ടുപോകുന്നില്ല. ആ സൊസൈറ്റിയിൽ വെച്ച് തന്നെ ആ പയ്യൻ്റെ തലയെ കൂടി ആ പാലെടുത്ത് ഒഴിച്ചിട്ട് ആ പയ്യൻ്റെ പ്രതിഷേധം ആ പയ്യൻ അവിടെ കാണിച്ചു. എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. നമ്മൾ കൃഷിക്കാരെ പ്രോത്സാഹിപ്പിക്കുകയാണ് വേണ്ടത്. നമ്മൾ വളർന്നു വരേണ്ടത്. നമ്മളെ നാട്ടിൽ നിന്ന് അതാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. ഇപ്പോൾ കൃഷി ചെയ്യാൻ ആർക്കും ഇഷ്ടമല്ല, ഒരു പശുവിനെ വളർത്താൻ ഇഷ്ടമല്ല. അങ്ങനെയൊക്കെയുള്ള കാലമാണ് ഇപ്പോൾ കടന്നു വരുന്നത്. പിള്ളേർക്ക് വിദേശത്ത് പോവുക, പഠിച്ച് വിദേശത്ത് പോകണം, നാട്ടിൽ നിൽക്കുന്ന ഇഷ്ടമല്ല, പശുവിനെ വളർത്താൻ ഇഷ്ടമല്ല, ആടിനെ വളർത്താൻ ഇഷ്ടമല്ല, അതൊന്നും ഇഷ്ടമല്ല. അതിൽ ഒന്നും ഇഷ്ടമില്ലാത്ത പിള്ളേരാണ് ഇപ്പോൾ. അതിൽ വ്യത്യസ്തനായ ഒരു പയ്യനെയാണ് ഞാൻ കണ്ടത്. 10-27 വയസ്സേ ഉള്ളൊരു പയ്യൻ സ്വന്തം നാട്ടിൽ നിൽക്കുക, അച്ഛനും അമ്മയും ഭാര്യയുടെ അടുത്തൊക്കെ നിൽക്കുക, ഒരു സ്വന്തമായി ഒരു ജോലി ചെയ്ത് ജീവിക്കുക, കുറച്ച് പശുവിനെ വളർത്തി ജീവിക്കുക എന്ന് മനസ്സുള്ള ഒരു പയ്യനെയാണ് ഇവരൊക്കെ കൂടി ജീവിക്കാൻ സമ്മതിപ്പിക്കുക, നശിപ്പിക്കാൻ നോക്കുന്നത്. സത്യമായി ഇത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. എന്തുകൊണ്ടാണ് ഈ പയ്യനോട് ഇങ്ങനെ കാണിക്കുന്നത്? അപ്പോൾ ആ പയ്യൻ അതിൽ പറയുന്നു, പാർട്ടിക്കാരാണ് സമ്മതിക്കാത്തതിൽ, പാർട്ടിക്കാരൻ അവനാണ് സമ്മതിക്കാത്തത്, അവനാണിത് ഈ പാലെടുക്കാൻ സമ്മതിക്കാത്തതെന്ന്. ഈ സൊസൈറ്റിയിലൊക്കെ പാലെടുക്കുന്നതിലൊക്കെ പാർട്ടിക്കാരൊക്കെ ഇടപെടേണ്ട വല്ല ആവശ്യമുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്ക്. അദ്ദേഹം ജീവിക്കട്ടെ, അദ്ദേഹം നല്ല രീതിയിൽ ജീവിക്കട്ടെ. അത് ഒരു 27 വയസ്സായ ഒരു കൊച്ചു പയ്യൻ. ആ പയ്യനെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ ചെയ്യേണ്ടത്? അതോ ആ പയ്യനെ നശിപ്പിക്കുകയാണോ? അയാൾക്ക് എന്തോ ഒരു വിരോധം ആ പയ്യനോടുള്ളത് കൊണ്ട് ആ പയ്യൻ്റെ പാലവിടെ എടുക്കില്ല. എന്ത് അഹങ്കാരമാണ് കാണിക്കുന്നത്! നാട്ടിൽ ജീവിക്കാൻ സമ്മതിക്കത്തില്ല. ഇങ്ങനെയുള്ള കർഷകരെ നശിപ്പിക്കാനായിട്ട് കുറേ എണ്ണമുണ്ട്. സത്യസന്ധമായിട്ടാണ് പറയുന്നത്. ഇങ്ങനെ ഒരു പാവപ്പെട്ട് കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പം അവൻ രക്ഷപ്പെട്ടുകൂടാ, ഇവനെ രക്ഷപ്പെടുത്താൻ പാടില്ല, ഇവൻ നശിക്കണം, ഇവനെ തളർത്തണം എന്ന് പറയുന്ന കുറച്ച് സാധനങ്ങളുണ്ട് ഈ നാട്ടിൽ. അവരാണ് ഈ പയ്യനോട് ഈ ക്രൂരത കാണിക്കുന്നത്. സത്യം പറയാമല്ലോ, ഇത് വല്ലാത്തൊരു മോശമായിപ്പോയി. ഇത്രയും ദേഷ്യം ഒരു പയ്യനോട് കാണിക്കാൻ കൊള്ളാവൂ? അവൻ ജീവിക്കട്ടെ, കൊച്ചൊരു പയ്യൻ അല്ലേ, കൃഷി ചെയ്ത്, കൃഷിയോ പശുവിനെ വളർത്തിയോ, ഇപ്പോഴത്തെ പിള്ളേർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ആ പയ്യൻ ചെയ്യുന്നത്. അവൻ്റെ കുടുംബം നോക്കി അന്തസ്സായിട്ട് ജീവിക്കുന്ന ആ പയ്യൻ്റെ പാല് ഈ സൊസൈറ്റി എടുക്കില്ല. എങ്ങനെയുണ്ട്? അത്ര അഹങ്കാരവും തിമിർപ്പുമാണ് ഇവർക്കുള്ളത്. ഇതിനൊക്കെ എല്ലാവരും പ്രതികരിക്കണം. നമ്മളൊക്കെ പറയാനല്ലേ പറ്റൂ. പക്ഷെ കണ്ടപ്പോൾ ഒത്തിരി വിഷമമായി. നേരം വെളുത്ത് നമ്മൾ ഉറക്കം എണീക്കുമ്പോൾ നമുക്കൊരു ചായ, വീട്ടിൽ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും നല്ലൊരു ചായ കുടിക്കാൻ ആഗ്രഹിക്കാത്തവരാരുണ്ട്? വിഷമൊന്നും കലരാത്ത പാല്, മായങ്ങളൊന്നും കലരാത്ത പാല് നമ്മുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത് പശുവുണ്ട്, അത് കറന്ന് നമ്മൾ പോയി മേടിച്ചൊരു ചായ ഇട്ട് കുടിക്കാൻ എന്ത് സന്തോഷമാണ്. അതുപോലും സമ്മതിക്കത്തില്ല. ചെയ്യുന്നവരെ തളർത്തുക. ഇനി അവൻ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ അവൻ നശിക്കും, അവൻ ഇത് വളർത്തില്ല, അവൻ വേണ്ടെന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോകും എന്ന് വിചാരിക്കുന്ന കുറച്ച് ആളുകൾ. കുശുമ്പ് എന്ന് പറഞ്ഞാൽ പോരെ, കുഞ്ഞാഴ്മയാണ്. അത്രയ്ക്ക് വൃത്തികെട്ടവന്മാരെന്ന് തന്നെ പറയണം. അത് ഏത് സെക്രട്ടറിയോ ഏവനോ ആയിക്കോട്ടെ. ഒരു പയ്യൻ ജീവിച്ചു പോകാനായിട്ട് നിൽക്കുന്ന ആ പയ്യനോട് ഈ കാണിച്ച ക്രൂരതയ്ക്ക് അവന് കണക്ക് പറയേണ്ടി വരും. സത്യം, എനിക്ക് ഒത്തിരി വിഷമം വന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. ആ പയ്യൻ ആ പാലെടുത്ത് പുറത്തുകൂടി ഒഴിച്ചപ്പോൾ മനസ്സ് വല്ലാതെ വേദനിച്ചു. ഇങ്ങനെയുള്ളവരോടൊക്കെ നമുക്ക് ഇങ്ങനെ പ്രതികരിക്കാൻ പറ്റൂ. അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്തത്. എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. ഇത്രയും പറഞ്ഞ് ആ പയ്യൻ്റെ പ്രതിഷേധം ഇങ്ങനെയെങ്കിലും ആ പയ്യൻ കാണിക്കട്ടെ.